ഹായ് എവ്രിവൺ. സോ ഇന്ന് ഒരു യൂഷ്വൽ റെഗുലർ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ പണിയെന്ന് പറയുന്നത് ലൈവാന ആൻറ്റി അടുത്ത് അതെവിടെ നോക്കുന്ന ആൻറ്റിയുടെ അടുത്ത് ആക്കണം. അപ്പോൾ ഞാൻ ആദ്യം അവളെ ആക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വർക്കിന് പോകാൻ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ബസ്സിനാണ് പോണേ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടി വരാണ്. സോ എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വ്ലോഗ്. ആൻഡ് എനിക്കറിയില്ല ഇതെങ്ങനെയൊക്കെ എൻഡ് ചെയ്യും. ലെറ്റ്സ് വാച്ച് ആൻഡ് സീ. സോ ഞാൻ ലൈബാനെ ആൻറ്റിയുടെ അടുത്താക്കി. ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് റൂമിൽ നിന്ന് ഒരു 10 minutes വാക്കാണുള്ളത്. അപ്പോൾ ഏകദേശം ഞാൻ അവിടെ എത്താറായിട്ടുണ്ട്. ഐ വിൽ ഷോ യു. എനിക്ക് ഇവിടെ നോക്കിയാൽ ബസ് സ്റ്റാൻഡ് കാണാം. ദൂരത്തിന് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ മൂയിൽ താമസിക്കുന്നതുകൊണ്ടാണ് എനിക്കിവിടുന്ന് ബസ്സിന് പോകേണ്ടിരുന്നത്. ഇവിടെ നിന്ന് എത്തില്ലാത്തൊരു ബസ്സിന് പോവും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഓഫീസിലേക്ക് മെട്രോ എടുക്കുകയാണ് ചെയ്യുക. സോ ഈ ഫസ്റ്റ് എടുക്കുന്ന ബസ്സിലാണ് ഞാൻ പോകുന്നത്. ഇതാണ് എത്തില്ലാത്തിലേക്കുള്ള ബസ്. ഇതിപ്പോൾ 8:15 എടുക്കും ഈ ബസ്. ഓൾറെഡി എല്ലാവരും ചെക്ക് ഇൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബസ്സിൽ. ഞാനും പോയി കയറട്ടെ. ഇവിടെ നിന്ന് ഒരു 8:15 ആകുമ്പോഴേക്കും ആ ബസ് എടുക്കും. മെട്രോക്ക് ഇറങ്ങി ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ എത്തും നമ്മളിപ്പോൾ. കാരണം 8:15 പോകുമ്പോൾ നമ്മളിവിടെ 8:45 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മൾ ഓഫീസിനടുത്ത് എത്താറാവും. കാരണം എന്ന് വെച്ചിട്ടിപ്പോൾ സ്കൂളിൽ പഠിച്ച് പെരുന്നാളായിട്ട് സ്കൂളിൽ പഠിച്ചതിൻ്റെ പേരിൽ റോഡിൽ ബ്ലോക്കൊന്നുമില്ല. അപ്പോൾ അല്ലാത്ത നോർമൽ ഡേയ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓഫീസിൽ എത്തണമെങ്കിൽ തന്നെ ഒരു 1 hour ചിലപ്പോൾ 1.5 hours ഒക്കെ എടുക്കാറുണ്ട് ചില ദിവസം. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരാഴ്ച എന്താണ് അധികം തിരക്കടിക്കാതെ നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റാറുണ്ട്. പെട്ടെന്ന് എത്തുന്നുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് അധികം വർക്കുള്ള ദിവസമായിരുന്നു. നോർമൽ ഡ്യൂട്ടീസിന് പുറമെ എനിക്കിന്ന് പിന്നെ ഇൻ്റർവ്യൂ കോൾസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് വേക്കൻസിക്ക് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അതൊക്കെ പിന്നെ ചെയ്തു വന്നു. ഞാനിപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ കാത്തിക്കാണ്. എനിക്കിപ്പോൾ 4:30 നിത്യസലാത്ത് നിന്നൊരു ബസ്സുണ്ട്. അത് കിട്ടണം. അപ്പോൾ ഇവിടെ മെട്രോയിൽ വെയിറ്റിംഗ് ആണ്. ഇനി ഇവിടെ നിന്ന് അവിടെ എത്താൻ എന്തായാലും 1 hour കൂടുതൽ എടുക്കും മിക്കവാറും. ഈ സമയത്ത് നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തായാലും 1 hour ഒക്കെ എടുത്തിട്ടായിരിക്കും മിക്കവാറും ഞാൻ അവിടെ എത്താം. ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഓടാതെ എങ്ങാനും കിട്ടിയാൽ കയറി പോവാം എന്ന് വിചാരിച്ചു. ബസ് അവിടെ ഉണ്ട്. പക്ഷേ സീറ്റ് ഉണ്ടോ ഇല്ലെന്ന് തോന്നുന്നു. സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻ്റർസിറ്റി ബസ് എത്തും. ബസ് ജസ്റ്റ് മിസ്സായി. ഞാൻ മേളിൽ നിന്ന് എസ്കലേറ്റർ ഇറങ്ങി വരുമ്പോഴേക്കും ബസ് എടുത്തു. ഇനി ഇവിടെ കിടക്കുന്ന ബസ് എത്ര മണിക്കാണെന്നുള്ളത് നോക്കാം. ഇവിടെ വരും കിടപ്പുണ്ട്. പക്ഷെ എന്തായാലും 1/2 മണിക്കൂർ കഴിയാതെ ഇവിടുന്ന് ഒരു ബസ് എടുക്കില്ല. അതാണ് വേറൊരു പ്രശ്നം. പിന്നെ തന്നെ പോസ്റ്റാണ് 4:55 അടുത്ത ബസ്. അങ്ങനെ എന്താ ബസ് കിട്ടി. 4:55 ബസ് കിട്ടി. ഞാൻ എന്താ ഇപ്പോൾ മുകളിൽ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ റൂമിലേക്ക് നടക്കണം. പക്ഷേ റൂമിലേക്ക് പോകണതിന് മുമ്പ് ഇനി എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇന്നത്തേക്ക്. അപ്പോൾ ഞാൻ എന്താ സൂപ്പർ മാർക്കറ്റിലെത്തി കുറച്ച് സാധനങ്ങൾ എടുത്ത്. ഇനി എനിക്ക് മീൻ വാങ്ങണം. മീൻ ഓൾറെഡി ഞാൻ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഷെറിയാണ് എടുക്കുന്നത്. ഷെറി ഫിഷ് അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, എല്ലാ ദിവസവും
എന്ന് വെച്ചാൽ റമദാൻ ടൈമിൽ ഞാൻ റൂമിൽ നോമ്പ് തുറക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കൽ കുറവാണ്. കാരണം വെച്ചാൽ എന്തായാലും ഞാൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇവിടെ റൂമിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്തിയാലും ഫുഡ് ഉണ്ടാക്കലൊന്നും നടക്കില്ല. ചിലപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ എത്താം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ മിക്കവാറും ഓഫീസിൻ്റെ അടുത്തുള്ളൊരു വില്ലയിൽ നിന്ന് അവിടെ ഫുഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ പള്ളിയിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് വരാണ് ചെയ്യാം. ഇനി റൂമിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും വച്ച് കഴിക്കാൻ. ഞാൻ ചെന്നിട്ട് ഇത് വെക്കണം, നോമ്പുറക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും കട്ട് ചെയ്യണം. എന്നിട്ട് വേണം പിന്നെ ഇനി ലേബാൻ എടുക്കാൻ പോകാം. കാരണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ മുമ്പ് പോയി എടുക്കാനും ടൈമില്ല. ഇനിയിപ്പോൾ ഞാൻ നോമ്പറൊക്കെ കഴിഞ്ഞിട്ട് പോയി എടുക്കുള്ളൂ. ഇവിടെ പിള്ളേർ അപ്പുറത്തെ റൂമിൽ പാകിസ്ഥാനീസ് നടക്കുന്ന അവിടുത്തെ പിള്ളേർ ടോയ്സ് മുഴുവൻ വരാന്തയിൽ നിരത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ടോയ്സാണ്. അപ്പോൾ ലൈബാച്ചുവിനെ കൂടെ എടുത്തിട്ട് നമുക്കിതിവിടെ എൻഡ് ചെയ്യാം. സോ റൂമിലത് ഞാൻ നോമ്പ് തുറന്നു. ഇനി ലൈബാച്ചുവിനെ എടുക്കാൻ ഓടാണ്. അവിടെ എനിക്ക് 7:30 എടുക്കണം ആൻറ്റിയുടെ അടുത്ത് നിന്ന്. അപ്പോൾ അവിടെ ഞാൻ വേഗം പോയി എടുക്കട്ടെ. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ലൈബ ലൈബ കണ്ണ് കുത്തി പൊട്ടിച്ച് പൊന്ന പൊന്ന കിട്ടടി. ലൈബ പോവാ പോവാ. ആരില്ല വെറുതെ വീട് കൊടുത്തത്. പോവാ വൈകിട്ട് കഞ്ഞി കൊടുത്തു. കഞ്ഞിയും കുടിച്ച് അതിന്റെ മണ്ടയിൽ കൂടെ ഒരു കുപ്പി പാല് കൂടെ കുടിച്ചിരിക്കുന്നു. ഇപ്പഴൊന്നും കൊടുക്കണ്ട. അല്ലാ, ഇങ്ങനെ കഴിക്കാമോ? കഴിക്കാമോ? എവിടെ ഓർഡർ എണീച്ച് ഏതൊക്കെ പോയിരുന്നു നേരത്തെ? അങ്ങനെതാ ഗൈസ് നമ്മുടെ ലൈബാച്ചു എത്തിയിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കണേ. പറഞ്ഞല്ലേ, ടാറ്റാ 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 ടാറ്റാ.